സംസ്ഥാനത്ത് കാലവർഷം വൈകിയേക്കും. മൺസൂൺ കാറ്റ് ദുർബലമായതോടെയാണ് അടുത്ത ആഴ്ചയോടെ കാലവർഷം എത്തൂ എന്നുള്ള സൂചനകൾ വരുന്നത്. എന്നാൽ ഇപ്പോൾ ലഭിക്കുന്ന മഴ തുടരുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വിവരങ്ങളുമായി സ്വാന്തന സാജു ചേരുകയാണ്. സ്വാന്തന, കാലവർഷം വൈകിയേക്കും, പക്ഷേ നിലവിലുള്ള മഴ അത് തുടരുമെന്നാണോ മുന്നറിയിപ്പ്? ഔദ്യോഗികമായി കാലവർഷം ഇന്ന് സംസ്ഥാനത്ത് എത്തും എന്നുള്ള ഒരു അറിയിപ്പാണ് നേരത്തെ കാലാവസ്ഥാ വകുപ്പ് നൽകിയിരുന്നത്. അത് 4 ദിവസം, ഇന്നിപ്പോൾ 26 6 ദിവസം മുൻപോ അല്ലെങ്കിൽ 6 ദിവസത്തിന് ശേഷമോ ഒക്കെ എത്താനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നായിരുന്നു അറിയിച്ചിരുന്നത്. പക്ഷേ എന്തായാലും ഇന്നിപ്പോൾ കാലവർഷം എത്തിയിട്ടില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം മഴ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമുക്ക് ലഭിച്ചിരുന്ന മഴ ഇപ്പോൾ കുറവാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ മൺസൂൺ കാറ്റിന്റെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് നിലവിൽ ഇപ്പോൾ കാലവർഷം എത്താത്തത്. എന്തായാലും അടുത്ത ആഴ്ചയോടുകൂടി തന്നെ എത്താനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. കൃത്യമായ തീയതി അത് അറിയിക്കുകയും ചെയ്തിട്ടില്ല. പക്ഷേ ഇന്നിപ്പോൾ ശക്തമായ മഴയ്ക്കുള്ള സാധ്യത എല്ലാ ജില്ലകളിലും ഉണ്ട് എന്നുള്ള മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, അതുപോലെ തന്നെ എറണാകുളം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്നിപ്പോൾ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. മഴ മാത്രമല്ല, 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ കർണാടക തീരത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് പോകാം എന്നുള്ള ഒരു അറിയിപ്പ് കൂടി എന്തായാലും നിലവിൽ പുറത്തു വന്നിട്ടുണ്ട്. ഓക്കെ, സ്വാന്തന സാജു ആണ് വിവരങ്ങൾ നൽകിയത്.